ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നമ്മുടെ മുൻപിൽ തരുന്ന ഒരു വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 മുതൽ 53 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് കൃത്യമായിട്ട് ഇതിൽ വിവരിച്ച് മനസ്സിലാക്കി തരിക. ഈ വചനഭാഗം അവസാനിപ്പിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് അത്യന്തം ഗൗരവകരവും അതുപോലെ തന്നെ പ്രത്യാശാ നിർഭരമായ ഒരു ഭാഗത്തിലൂടെയാണ് ഈ വചനഭാഗം അവസാനിപ്പിച്ച് വയ്ക്കുക. അതായത് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനവും സഭയുടെ വചനപ്രഘോഷണത്തിൻ്റെ ആരംഭമൊക്കെയാണ് ഈ വചനഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 28 അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു കോവണി സ്വർഗവും ഭൂമിയുമായിട്ട് മുട്ടിയിരിക്കുന്നു. മാലാഖമാർ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും ഒക്കെ ആ ഭാഗത്തിൽ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. തുടർന്ന് യാക്കോബ് തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റതിന് ശേഷം ആ സ്ഥലത്തിന് ബഥേൽ എന്ന് യാക്കോബ് പേരിടുന്നുണ്ട്, അതായത് ദൈവത്തിൻ്റെ ഭവനം. എന്നാൽ സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്വർഗത്തിലേക്കുള്ള കോവണി എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്, ക്രിസ്തുവാണെന്നാണ്. അതായത് ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. അതിലൂടെ എന്നേക്കുമായിട്ട് ഭൂമിയും സ്വർഗവുമായിട്ട് ക്രിസ്തു ബന്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ആദ്യ ആദം അടച്ചു കളഞ്ഞ സ്വർഗത്തിൻ്റെ വാതിൽ രണ്ടാം ആദമായ ക്രിസ്തു തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടത് നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാനാണെന്നാണ് സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉദ്ധാനവും സ്വർഗാരോഹണമൊക്കെയും നമുക്ക് നൽകുന്നത് വളരെ വിശാലമായൊരു പ്രത്യാശയുടെ വാതിൽ തുറന്നിട്ടാണ്. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടിയായിരുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു പ്രത്യാശയാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിലൂടെയും ഈശോ പകർന്നു തരുന്ന സന്ദേശം എന്നുള്ളത്. 1 പത്രോസ് 1 അധ്യായം 3 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പത്രോസ്ലീഹ: അഴിയാത്തതും മലിനമാക്കപ്പെടാത്തതും വാടപ്പെടാത്തതുമായ അവകാശത്തിലേക്ക് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും ഒരു വർണ്ണാതീതമായ സന്തോഷത്തോടു കൂടി ക്രിസ്തുവിലേക്ക് നമ്മൾ നടന്നെടുക്കണമെന്ന പത്രോസ്ലീഹ പറഞ്ഞു വയ്ക്കുക. അതായത് പ്രത്യാശയിലായിരിക്കുക. ഇപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അല്ലെങ്കിൽ വിശ്വാസത്തിൽ തന്നെ പരീക്ഷണങ്ങളൊക്കെ നേരിടുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെടാതെ ധൈര്യത്തോടു കൂടി ക്രിസ്തു എന്ന പ്രത്യാശയിലേക്ക് അടിയുറച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കഥ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ശാന്തമായി കടലിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കപ്പൽ വളരെ ദൂരം പിന്നിട്ടതിന് ശേഷം ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിലകപ്പെടുകയാണ്. കൊടുങ്കാറ്റിലകപ്പെടുന്ന ആ കപ്പലിലെ യാത്രക്കാരൊക്കെയും വളരെയധികം ഭയത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം വളരെ ശാന്തമായിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. അത് കണ്ട ഒരു കപ്പൽ യാത്രികൻ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്: ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ ഈ കപ്പൽ കടന്നു പോകുമ്പോൾ, ഈ കടൽ ഇത്രയധികം പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ഈ ആടി ഉലയുന്ന കപ്പലിൽ എങ്ങനെ കുഞ്ഞെ നിനക്ക് ഇത്ര ശാന്തമായിരുന്ന് കളിക്കാൻ സാധിക്കുന്നതെന്ന് വളരെ സൗമ്യമായിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ കുഞ്ഞൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞ് പറയുന്നുണ്ട്: എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, ഈ കപ്പൽ മറുകര തൊടുമെന്ന്. കാരണം ഈ കപ്പലിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്നത് എൻ്റെ അപ്പനാണെന്നാണ്. ആ കുഞ്ഞ് സൗമ്യമായിട്ട് പകർന്നു കൊടുത്ത പുഞ്ചിരിയുടെ പ്രത്യാശയുണ്ട്. അത് ആ കപ്പലിലുണ്ടായ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യാശ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന വലിയൊരു പ്രത്യാശയാണ്. നമ്മുടെ ജീവിതമാകുന്ന നൗകകളുടെ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന കൊടുങ്കാറ്റുകളിലൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ നൗക ആടി ഉലയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ക്രിസ്തു, അവനാണ് നമ്മുടെ നൗകയുടെ ക്യാപ്റ്റൻ. അവനാണ് നമ്മുടെ നൗക അല്ലെങ്കിൽ നമ്മുടെ ജീവമാകുന്ന കപ്പലുകൾ നിയന്ത്രിക്കുന്നത്. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കപ്പലുകൾ മറുകര തൊടിയിക്കുമെന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രത്യാശ നമുക്ക് ലോകത്തിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇതിന് സാക്ഷികളാണെന്ന ശിഷ്യന്മാരോട് പറയുക. ഈശോയുടെ സ്വർഗാരോഹണത്തിന് സാക്ഷികളാണെന്ന് ആ വാക്കുകൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ക്രിസ്തു എങ്ങനെയാണ്: ഇനി മുതൽ നിങ്ങൾ എൻ്റെ
വചനം ലോകമെങ്ങും പോയി പ്രഘോഷിക്കണമെന്നാണ്. ഇനി മുതൽ നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ വചനം പ്രഘോഷിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു വയ്ക്കുകയാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സഭയിലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഈ ഭൗതിക ശരീരമാകുന്ന ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയും വ്യത്യസ്തമായ ചിന്താഗതിയിലൂടെയും നമുക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ വാക്കുകളിലൂടെ മാത്രമായിരിക്കില്ല, നമ്മുടെ ജീവിതങ്ങളിലൂടെ ആയിരിക്കാം. നമുക്കെതിരെ വരുന്നവൻ ഒരു പുഞ്ചിരി പ്രകാശിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ക്രിസ്തുവിനെ നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക. വാക്കുകൾ മാത്രമല്ല എപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് എടുക്കേണ്ട മാർഗം. നമ്മുടെ ജീവിതം തന്നെയാവണം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എടുക്കേണ്ട മാർഗമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ഒരു കോവണി സ്വർഗത്തും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവാകുന്ന കോവണി എന്ന് സഭാപിതാവായ ക്രിസ്തോസ്റ്റം പറഞ്ഞു വയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ പത്രോസ്ലിയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരീക്ഷണങ്ങൾ, വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേടുന്നെന്ന്. ഇവയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന പ്രത്യാശ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ദൈവവുമായിട്ടും ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ ക്രിസ്തുവാണ് അതിൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പ്രത്യാശയോടുകൂടി ഒട്ടിച്ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് എന്നെയും നിങ്ങളെയും അത്യുന്നതനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.